നമസ്കാരം. സ്പിരിച്വൽ അനാറ്റമി सेशन നമ്മൾ തുടരുകയാണ്. നമസ്കാർ. സ്പിരിച്വൽ അനാറ്റമി का सेशन हम चालू रखते हैं. അപ്പോൾ നമ്മൾ പിണ്ടപ്രദേശത്തിൻ്റെ യാത്ര കംപ്ലീറ്റ് ചെയ്ത് ആറാമത്തെ പോയിൻ്റ് എത്തി. ഇപ്പോൾ ആറാമത്തെ പോയിൻ്റ് നമ്മൾ കിടക്കുകയാണ്. पिंड प्रदेश का यात्रा पूर्ण करके हम आज्ञा चक्र में पहुंच गए. अब आज्ञा चक्र को ट्रांसलेट करना है. आज्ञा चक्र में എന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡ മണ്ഡൽ. आज्ञा चक्र का मतलब है ബ്രഹ്മാണ്ഡ മണ്ഡൽ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പിണ്ടപ്രദേശത്തിൻ്റെ യാത്ര നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5th പോയിൻറ്റിലും 6th പോയിൻറ്റിലും മാസ്റ്റേഴ്സ് നമ്മളെ നിർത്തുന്നില്ല. ഡയറക്റ്റായിട്ട് പരബ്രഹ്മാണ്ഡ മണ്ഡലിലേക്കാണ് എത്തിക്കുന്നത്. 7th പോയിൻറ്റിലേക്കാണ് എത്തിക്കുന്നത്. 5th पॉइंट 6th पॉइंट ट्रांसिट पॉइंट्स हैं. हमने डिस्कस किया था कि 5th पॉइंट और 6th पॉइंट ट्रांसिट पॉइंट है. उधर हमको बहुत देर तक हमारे मास्टर्स रखने नहीं देते, हम आगे जाते हैं. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ബ്രഹ്മാണ്ഡ മണ്ഡൽ ഈ തരത്തിൽ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പിണ്ടപ്രദേശത്തിലെ നോളജ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, പൂർണ്ണമായിട്ടുണ്ടാവും. जब हम पिंड प्रदेश का नॉलेज पूर्ति करते हैं तभी हम ये ब्रह्मांड मंडल अच्छी तरह ट्रांसफ़र कर सकते हैं. അപ്പോഴേ നമ്മൾ ശരിക്കുള്ള രീതിയിൽ അത് കടന്നു പോകാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പരബ്രഹ്മാണ്ഡ മണ്ഡലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, 7th പോയിന്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളുടെ അപ്രോച്ച് മാത്രമേ ഉള്ളൂ, നമ്മുടെ പൊസിഷനായിട്ട് മാറില്ല. अगर हम ऐसे अपने ही श्रम से परब्रह्मांड मंडल प्रवेश करते हैं तब ये अप्रोच बन जाएगा. मास्टर का गाइडेंस नहीं तो ये अप्रोच ही होगा. वो हमारे पोजिशन बनने के लिए हमें ये पिंड प्रदेश का नॉलेज कंप्लीट करना है. पिंड प्रदेश नॉलेज എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക? ഓരോ നോട്ടിന് യഥാർത്ഥ ജ്ഞാനം ഉൾക്കൊണ്ടിട്ട് അതിൻ്റെ സായുജ്യതയിൽ എത്തിച്ചേരണം. हमें एक एक चक्र के जो नॉलेज है उसमें सायुज्यता होना चाहिए, वो एक होना चाहिए. ദാജി പറയുന്നത് AEIOയിലൂടെ യൂണിയൻ ആവണമെന്നാണ്. അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറണം. അത് സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചമായിട്ട് മാറണം. जब मैं बोलता हूँ अहम का, जब मैं शब्द यूज़ करता हूँ तो उसका मतलब प्रपंच हो जाता है, ये पूरा യൂണിവേഴ്സ് हो जाता है. അപ്പോൾ ദാജി ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് മുതലാളിയായി മാറുമ്പോൾ ഉള്ള മാറ്റം. अगर हम एक जगह में काम करते हैं एकदम हम एक अपने आप एक इंस्टीट्यूशन शुरू करते हैं, वो डिफरेंस है. ये जो पिंड प्रदेश से ब्रह्मांड मंडल ट्रांसफ़र होते वक्त ऐसा चेंज होता है. വേറെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഫാമിലിയിൽ അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെയും എല്ലാം സംരക്ഷണത്തിൽ ജീവിക്കുകയാണ് കുട്ടിക്കാലത്ത്. ഇപ്പോൾ കല്യാണവും കഴിയുന്നു, പക്ഷേ ഉത്തരവാദിത്ത ബോധം നമുക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ശരിയല്ലെങ്കിൽ അമ്മയെ ശരിയല്ല, അച്ഛ അത് ശരിയല്ല, ഭക്ഷണം ശരിയല്ല, എനിക്ക് ആ വണ്ടി വേണം, എനിക്ക് അത് വേണം, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. जब हम एक परिवार में जीते हैं हमारे माता पिताजी और ग्रैंड पेरेंट्स के साथ, हम किसी को अपना प्रश्न पूछ सकते हैं और किसी पर अपना റെസ്പോൺസിബിലിറ്റി डाल सकते हैं. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റുന്നു. വീട്ടിൽ എന്തെങ്കിലും ലൈറ്റ് പോയി അല്ലെങ്കിൽ വെള്ളം ലീക്കാവുന്നുണ്ട്, നമുക്ക് പറയാം അച്ഛാ അല്ലെ അമ്മേ ഇത് ശരിയല്ല, ടോയ്ലറ്റ് ശരിയല്ല. അപ്പോൾ അവർ ആരെയും വിളിച്ച് ശരിയാക്കും. जब घर में कोई प्रॉब्लम होता है या फैमिली में कोई प्रॉब्लम होता है हम हमारे ഫാമിലി के सीनियर्स को पूछ सकते हैं. പക്ഷേ അവരൊക്കെ പോയി, അച്ഛനും അമ്മയെല്ലാം പോയി. ഞാനാണ് ഇപ്പോൾ അച്ഛൻ, എൻ്റെ ഭാര്യ, അമ്മ, എൻ്റെ കുട്ടികൾ. ഞാൻ തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടം വരികയാണ്. അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തലവനായി മാറുക. സിൻസിന് തുടങ്ങുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറായിട്ട് മാറുക, ഉടമസ്ഥനായി മാറുക. मैं अब माता पिताजी के गुजर जाने के बाद एकदम फैमिली का सीनियर मोस्ट पद में आ जाता है. दूसरा उदाहरण इंस्टीट्यूशन के ഓണർ ബൻ ജാത്ത. അപ്പം मैं किससे पूछूंगा? ഇപ്പം ഞാൻ എപ്പോഴാണ് ആരോടാ ചോദിക്കുക? ഇപ്പോൾ എനിക്ക് അനുഭവമുണ്ട്. ഹോസ്പിറ്റലിൽ വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് കേടായി കഴിഞ്ഞാൽ പറയാം എനിക്ക് ഇൻസ്ട്രുമെൻറ്റ് ശരിയല്ല, വേറെ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങണം, എനിക്ക് ശമ്പള വർധനവ് വേണം, പലതും ചോദിക്കാം. मैं दूसरे एक इंस्टीट्यूशन में काम करता हूँ तो मैं ऐसे बोल सकता हूँ ये इंस्ट्रूमेंट अच्छा नहीं है, मैं एक डॉक्टर हूँ, बोल सकता हूँ मुझे दूसरा इंस्ट्रूमेंट चाहिए, मेरा रूम अच्छा नहीं है, ये सब बोल सकते हैं. പക്ഷേ നമ്മൾ സ്വന്തം ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴുള്ള ഡിഫറൻസ്, നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് കേടായി ആരോടാ ചോദിക്കുക? ഇൻസ്ട്രുമെൻറ്റ് കേടാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സാരില്ല, നമുക്ക് റിപ്പയർ ചെയ്ത് രണ്ടാമത് ഉപയോഗിക്കാം. मैं अपना ही इंस्टीट्यूशन है तो बोलेंगे कि हम एक दूसरा नहीं लाएंगे, हम यही ठीक करेंगे. ഇത് തന്നെയാണ് വീട്ടിലുണ്ടാകുന്നത്. വീട്ടിൽ
പുതിയൊരു സാധനം വാങ്ങുന്നതിന് മുമ്പേ നമ്മുടെ സ്വന്തം വീടാകുമ്പോൾ നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാകുമ്പോൾ നമ്മൾ എന്തിനാണ് പഴയത് നാൾ വാങ്ങിയതല്ലേ, എന്തിനാണ് പുതിയത് വാങ്ങേണ്ടത്? കാരണം നമുക്കറിയാം ഈ പൈസ എവിടുന്നാണ് വരേണ്ടത്, എങ്ങനെയാണ് ബുദ്ധിമുട്ടി വരേണ്ടത്. अब घर में अपना रिस्पॉन्सिबिलिटी हो जाता है तो हम सोचेंगे कि नया क्यों खरीदना है, पुराना है ना, वो യൂസ് कर सकते हैं. അതാണ് ഡിഫറൻസ്. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ പണിയെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. अगर मैं रिस्पॉन्सिबिलिटी में आ गया तो मैं किसी को ब्लेम नहीं कर सकता, क्योंकि ब्लेम अपना ही हो जाता है. ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യുന്ന പോലെയാണ്. ഞാൻ അവനെ ശരിക്കും പഠിപ്പിച്ചില്ല, ഞാൻ അവരെ ശരിക്കും നോക്കിയില്ല, അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി എൻ്റെ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥിതിയാണ് ബ്രഹ്മാണ്ഡ മണ്ഡലിൽ എത്തുമ്പോൾ നമുക്ക് വരേണ്ടത്. നമ്മൾ ലോകത്തിനെ ക്രിട്ടിസൈസ് ചെയ്ത് നിർത്തുന്നു. നമ്മൾ ആരെങ്കിലും തെറ്റ് കാണുമ്പോൾ കുറ്റം പറയാൻ നമുക്ക് നിർത്തും. കാരണം ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്യുന്നത്. मैं किसी को क्रिटिसाइज़ नहीं कर सकता, क्योंकि मैं अब मुझे पता चला कि मैं ही वो हूँ. ഈ ലോകത്തിൽ ആരെയും പ്രശംസിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ പ്രശംസിക്കുന്നു. मैं दुनिया में किसी की प्रेज़ करता हूँ, प्रशंसा करता हूँ, मैं अपना प्रशंसा करता हूँ. किसी को गालियाँ देता हूँ, मैं अपने आप को गालियाँ देता हूँ. ആരെയും ചീത്ത പറയാൻ ഞാൻ എന്നെ തന്നെയാണ് ചീത്ത പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ശരി തെറ്റുകൾ കുറ്റം പറയാതെ ആവുന്നു. കാരണം എൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കണം, ക്ലിയറായിട്ട് മനസ്സിലാക്കണം. ബ്രഹ്മാണ്ഡ മണ്ഡലിൽ ശരിക്കുള്ള അറിവിൽ പിണ്ടപ്രദേശ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ ഈ തരത്തിൽ താഴേക്ക് നോക്കിയിട്ട് നമ്മൾ ക്രിട്ടിസൈസ്, നമ്മൾ ഒന്നായി കഴിഞ്ഞു, ഒരു ഏകീകൃത പേഴ്സണാലിറ്റിയായി മാറിക്കഴിഞ്ഞു. ഇനി ഞാൻ നൽകേണ്ടവനാണ്. अब मैं देने वाला हूँ, मैं इधर से कुछ फीडबैक नहीं लेने वाला हूँ. मेरा फीडबैक क्या है, എനിക്ക് ചെയ്യേണ്ട ഫീഡ്ബാക്ക്, അതായത് ഞാൻ എൻ്റെ കറക്ഷൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ഞാൻ എൻ്റെ മാസ്റ്റർ പോലെ ആയിത്തീരുന്നുണ്ടോ, ഈ ഒരൊറ്റ ഫീഡ്ബാക്കേ നമുക്കുള്ളൂ. एक ही फीडबैक मुझको है कि मैं मेरे मास्टर जैसा बन रहा हूँ क्या. ഞാൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നു. കറേജ്, ഹ്യൂമിലിറ്റി, വിശാല മനസ്കത, നിസ്വാർത്ഥത, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? मेरे अंदर निस्वार्थता, विनय, ये सब डेवलप होता ही जाता है. मैं यही कंपेयर करता हूँ. मेरा एक कंपैरिजन एक ही आदमी है, हमारा मास्टर, ലിവിങ് മാസ്റ്റർ. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കമ്പാരിസൺ മാത്രമേ ഉള്ളൂ, എൻ്റെ മാസ്റ്റർ. അപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് വരികയാണ്, ബ്രഹ്മാണ്ഡ മണ്ഡലം വരുമ്പോൾ ഷിഫ്റ്റ് വരികയാണ്. അതാണ് ശരിക്കുള്ള ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ എൻ്റെ ഉള്ളിലുള്ള ഹയ്യസ്റ്റ് തലത്തിലേക്ക് ഞാൻ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ക്രേവ് ചെയ്യാൻ തുടങ്ങും. मेरे अंदर का जो हाईएस्ट है वो बनने के लिए मेरे अंदर इतना अभिलाषा होता है कि मैं वही सोचता हूँ. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ലിവിങ് മാസ്റ്ററിലേക്ക് തിരിക്കുന്നു. നമ്മൾ മാസ്റ്ററുടെ ക്യാരക്ടർ ശ്രദ്ധിക്കുന്നു, മാസ്റ്റർ ചെയ്യുന്ന പ്രവർത്തികളെ ശ്രദ്ധിക്കും. മാസ്റ്റർ എങ്ങനെയാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും ബാലൻസ് ആയിട്ട് ചെയ്യുന്നത്, എനിക്ക് അതുപോലെ ആവണം. മാസ്റ്റർ कैसा ये सब करता है, सब कुछ उनसे ही होता है, पर वो इसमें सब अटैच नहीं है, वो बैलेंस्ड है. മാസ്റ്ററുടെ പ്രസൻസ് കൊണ്ട് തന്നെ കാന്ഹാ ശാന്തിവനുണ്ടായി. मास्टर का जो सानिध्य है उससे ही कान्हा शांतिवनम हो गया. दूसरे समय वो ऊर्जा होता है, എല്ലാവരും ആക്ടിവേറ്റഡ് ആവുന്നു. എനിക്ക് അതുപോലെ ആവണം, എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാസ്റ്ററെ മാത്രം ശ്രദ്ധിക്കുന്നു, മാസ്റ്ററെ മാത്രം ഒബേ ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാവർക്കും മാസ്റ്റർ നൽകുന്ന പോലെ ഞാനും നൽകാൻ തുടങ്ങും. मैं जैसे मास्टर सभी को देते हैं वैसे मैं भी देता हूँ. मेरे अंदर इतना करेज बनता आता है, मुझे डर नहीं है. എനിക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ആ ഇമ്പൾസസിനെ നൽകാൻ, സ്നേഹത്തിൻ്റെ ഇമ്പൾസസിനെ നൽകാൻ ഭയമില്ലാണ്ടേ മാറുന്നു. मेरे अंदर जो स्नेह उत्पन्न होता है वो बाहर देने में मुझे कोई डर नहीं होता है. ഇതൊരു ധൈര്യത്തിൻ്റെ ലക്ഷണമാണ്, പേടിയില്ല. നമ്മളൊരാൾ ചീത്ത പറയുമ്പോൾ നമുക്ക് തിരിച്ച് സ്നേഹം തന്നെ നൽകുന്നു. मैं कोई दूसरे गाली देता, मैं स्नेह प्रेम ही देता हूँ, क्योंकि वो मैं ही हूँ. मैं ആക്സെപ്റ്റ് नहीं कर रहा हूँ. അപ്പോൾ ആദ്യം നമ്മൾ സ്വീകരിക്കണം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാ കാര്യവും സ്വീകരിക്കും. ഇവിടെ ആക്സെപ്റ്റൻസിൻ്റെ പ്രശ്നമില്ല, നമ്മൾ സ്നേഹം കൊണ്ട് അതിനെ കീഴടക്കണം, ഒന്നിച്ചാക്കുന്നു. मैं अपने प्रेम से वो अपना बना देते हैं. ഒരു കുട്ടി അമ്മയെ ഉപദ്രവിക്കുമ്പോൾ അമ്മ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? बच्चा अपने माता जी को ऐसे हर्ट करता है, दर्द पहुंचाता है, तो माँ ऐसे नहीं बोल सकी माँ उसको एक्सेप्ट करती है, स्वीकार करता है, ऐसे नहीं बोल सकी. माँ उसको प्रेम ही देता है. जब वो इधर दर्द करता है वो वापस प्रेम ही देता है. ऐसा बन जाता है. നമ്മുടെ സ്ഥിതി അങ്ങനത്തെ, നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, നമ്മൾ ആക്സെപ്റ്റൻസ് ഉള്ള സ്ഥിതിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ മാസ്റ്ററിലേക്ക് തിരിയുന്നത്. ഇപ്പോൾ ദാജി എക്സാമ്പിൾ പറയുന്നത് ചളിക്കുണ്ടിൽ വിരിയുന്ന താമര പോലെയാണെന്നാണ്. जो एक पंख में या कीचड़ में कमल ऐसे विकास होता है, उगता है, ऐसा बन जाता है. कमल सभी समय सूरज की तरफ देखता है. ഒരു താമര എപ്പോഴും സൂര്യൻ്റെ നേരെയാണ് നോക്കുന്നത്, ചളിയിലേക്കല്ല. അതുപോലെ നമ്മൾ ഈ ഹൃദയമണ്ഡലത്തിലേക്കല്ല നമ്മൾ നോക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നതിന് നമ്മളിലൂടെ ചെയ്യപ്പെടുന്നു. നമ്മളവിടെ പ്രവർത്തിക്കാതിരിക്കുന്നില്ല, പക്ഷേ നമ്മളെപ്പോഴും മാസ്റ്റർ പോലെ ശ്രദ്ധിക്കുന്നു.
അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ മാസ്റ്റർ മുമ്പിൽ സ്വയം റിവീൽ ചെയ്യാൻ മടിയില്ലാണ്ടേ വന്നു. അതാണ് രണ്ടാമത്തെ കറേജ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മാസ്റ്റർ മുമ്പിൽ സ്വയം സമർപ്പിക്കുന്നു. നമുക്ക് പറയാൻ മടിയില്ലാണ്ടേ വന്നു. मेरे अंदर जो जो है मैं मास्टर को रिवील करता हूँ, अपने डायरी राइटिंग में लिखता हूँ और मास्टर को अपना कंडीशन लिखने में भी डर नहीं है. എനിക്ക് ഡയറിയിൽ എഴുതാൻ മടിയില്ല, മാസ്റ്റർക്ക് എൻ്റെ പ്രശ്നങ്ങൾ പറയുന്നതിനും പേടിയില്ല. കാരണം എനിക്ക് അത് മാത്രമേ ഉള്ളൂ, വേറെ ഫീഡ്ബാക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ അതാണ് ഒരു ധൈര്യം വരുന്ന ഒരു ബ്രഹ്മാണ്ഡ മണ്ഡലിൽ പ്രവേശിക്കുന്ന ഒരു അഭ്യാസിക്ക് വേണ്ടത്. അതല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നമ്മൾ ഈ നോളജ് ഇല്ലാണ്ട്, ഈ സ്നേഹമില്ലാതെ ഈ തരത്തിൽ ഉയർന്ന മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തായിരിക്കും, പലപ്പോഴും ഒരു സാധാരണ ഒരു മനുഷ്യൻ, നാരോ മൈൻഡഡ് മനുഷ്യൻ പെട്ടെന്ന് ഇലക്ഷൻ ജയിച്ച് മന്ത്രിയായി മാറിയെന്നായിരിക്കും. एक छोटा सा मन वाला एक आदमी वो सडनली इलेक्शन में मंत्री बन गया तो वो छोटा मन ही लगता है. എത്തിയത് മന്ത്രിസ്ഥലത്ത്, പക്ഷേ പ്രവർത്തിക്കുന്നത് സാധാരണ ഒരു മനുഷ്യൻ ബഹളം വയ്ക്കുന്ന പോലെ, ഉപദ്രവിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പല റൂളേഴ്സിന് കഥയുണ്ട്. അവർ വലിയ ഇതാണ്, ഭരണാധികാരിയാണ്, പക്ഷേ അവർ ഏറ്റവും നീചനായിട്ടുള്ള ആളെ പോലെ സ്വന്തം പ്രജകളെ ഉപദ്രവിക്കുന്നു. बहुत बड़ा राजा बनने के बाद भी वो अपने प्रजा के युद्ध करता है या उसको हर्ट करता है. കാരണം എന്താണ്, അതിൻ്റെ അറിവ് നേടിയിട്ടില്ല. അപ്പോൾ അതാണ് ബ്രഹ്മാണ്ഡ മണ്ഡലിൽ ശരിക്കുള്ള അറിവ് കിട്ടാണ്ട് നമ്മളെത്തും. പല ഋഷിമാരെയും മുനിമാരെയും എക്സാമ്പിൾ ബാബുജി പറയുന്നുണ്ട്. അവിടെ എത്തി, പരബ്രഹ്മാണ്ഡ മണ്ഡലെത്തി, പക്ഷേ സ്വഭാവ ഗുണം ഇല്ല. പിന്നെയും ദേഷ്യമാണ്. ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോയി ഇടപെടുന്നു, അവിടെ പ്രശ്നം ഉണ്ടാകും, ഇവിടെ ശപിക്കുന്നു, ദേഷ്യം വരുന്നു. बहुत बड़े ऋषि हैं जो ब्रह्मांड परब्रह्मांड मंडल में पहुंच गए, अप्रोच है, पर जब नीचे आता है इस दुनिया में कुछ होता है, इधर जैसे सामान्य लोग जैसे क्वारल करते हैं, युद्ध करते हैं, ऐसे युद्ध करने लगता है. അതാണ് സ്വഭാവ ഗുണം ഇല്ലാണ്ട് നമ്മൾക്ക് അവിടെ എത്തിച്ചേരുമ്പോഴുള്ള പ്രശ്നം. അപ്പോൾ നമ്മൾ പിന്നെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിണ്ടപ്രദേശത്തുള്ള ഈ അറിവ് വീണ്ടും 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 നമ്മൾ ഉറപ്പുവരുത്തണം. വീണ്ടും വീണ്ടും നമ്മൾ ആ നോളജ് ഉറപ്പുവരുത്തണം. എവിടെയാണ് ഈ ഉറപ്പുവരുത്തേണ്ടത്? നമ്മുടെ ഉണർന്നിരിക്കുന്ന ഈ ജാഗ്രത അവസ്ഥയിൽ, നമ്മുടെ സ്വഭാവ പരിവർത്തനം കൊണ്ട് ജാഗ്രത അവസ്ഥയിലാണ്. मुझे कैसा ये चेंज बनाना है, मेरे जो जागृत अवस्था में मैं दुनिया में से इंटरेक्ट करता हूँ तभी मुझे पता चलता है कि मैं चेंज होता हूँ कि या नहीं. അപ്പോൾ എൻ്റെ പദവി ഞാൻ ഉറപ്പുവരുത്തുന്നത് ഈ ലോകത്തിൽ നിന്നുകൊണ്ടാണ്, ഇവിടെ നിന്നുകൊണ്ട്. അപ്പോൾ എത്ര ഉയർന്നാലും ഈ ലോകത്തിൽ ഞാൻ എൻ്റെ സ്വഭാവം സ്വയം മനസ്സിലാക്കണം, സ്വയം സ്നേഹം ആയി എന്ന് മനസ്സിലാവണം. എങ്കിൽ മാത്രമേ ഈ യാത്രയ്ക്കൊരു പൂർണ്ണത വരുള്ളൂ. നമ്മൾ സ്വപ്നത്തിൽ ബ്രഹ്മാണ്ഡ മണ്ഡൽ പരബ്രഹ്മാണ്ഡൽ മണ്ഡൽ എത്തിയ പോലെയാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ബ്രഹ്മാണ്ഡ മണ്ഡലെത്തി, എനിക്കിവിടെ വൈബ്രേഷൻ തോന്നി എന്നൊക്കെ പറയുന്നതിന് നല്ലത് തന്നെ, പക്ഷേ അത് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ന്യൂറോ അനാറ്റമിയിൽ 2 ഹെമിസ്ഫിയർ ഉണ്ട് ബ്രെയിനിൽ, राइट हेमिस्फीयर लेफ्ट हेमिस्फीयर. न्यूरो एनाटमी में ब्रेन के बारे में ये दाईं और बाएं दोनों भाग है. दाईं भाग है जो हमारा स्पिरिचुअल इन्फॉर्मेशन देता है, बाएं भाग है जो हमारे पर्सनालिटी को गवर्न करता है, हमारे ईगो को गवर्न करता है. വലത്തേ ഭാഗം, വലത്തേ തലച്ചോറ് നമ്മുടെ മുകളിൽ നിന്ന് വരുന്ന സ്നേഹത്തിൻ്റെ, സെൽഫ്ലെസ്നെസ്സിൻ്റെ, വിശാല മനസ്കതയുടെ ഇമ്പൾസൊക്കെ വരുന്നു. അത് ലോകത്തിൽ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ മാത്രം ഡാമേജ് വന്ന ആൾക്കാരുണ്ട്, സ്ട്രോക്ക്, ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. റൈറ്റ് ഹെമിസ്ഫിയർ മാത്രം ആക്റ്റീവായി, എല്ലാത്തിലും ഒരുമ കാണുന്നു, എല്ലായിടത്തും സ്നേഹം. അപ്പോൾ ചെറിയ കുട്ടീനെ പോലെ നിഷ്കളങ്കയാവും, പക്ഷേ ലോകത്തിൽ പ്രവർത്തിക്കാൻ പറ്റാണ്ടേ മാറും. एक जो स्ट्रोक होता है इस लेफ्ट हेमिस्फीयर में, ऐसे आदमी है राइट हेमिस्फीयर ही खाली वर्क करता है, वो बहुत फीलिंग्स में होता है, सभी इनोसेंट होता है, पर बच्चा जैसा होता है. वो ऐसा आदमी, वो जो नॉलेजेबल है, जो दुनिया में पढ़ा है, ऐसे आदमी अपना काम नहीं कर सकता है. നമ്മൾ ലോകത്തിൽ ചിലപ്പോൾ അങ്ങനെ ആൾ ഭ്രാന്തനെ പോലെ ആയിട്ട് മാറും, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റില്ല. അപ്പോൾ 2 हेमिस्फीयर बैलेंस ചെയ്യണം. ये जो हमारा जो स्नेह प्रेम फीलिंग्स है, ये जो हमारा है वो हमारे लेफ्ट हेमिस्फीयर जो दुनिया में യൂസ് करना है. നമ്മുടെ ഈ ജീവിതത്തിൽ, എൻ്റെ അറിവിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. मेरा जो इम्पल्स आता है ऊपर से, वही राइट हेमिस्फीयर बोलते हैं. मास्टर से जो प्रेम हमको मिलता है, മാസ്റ്റർ നിന്ന് വരുന്ന പ്രേമം, മാസ്റ്റർ വരുന്ന പ്രാണാഹുതി, അത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്തിൽ ഉപയോഗിച്ച് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ലോകത്തു നിന്നും പോകാനായിട്ട്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഈ പിണ്ടപ്രദേശത്തുള്ള ഈ പ്രവൃത്തി കണ്ടിന്യൂസ് ആണ്. നമ്മൾ എത്ര ഉയർന്നാലും ഗ്രൗണ്ടഡ് ആവണം എന്ന് പറയുന്നതാണ്. हमारे पिंड प्रदेश का ये यात्रा कंटिन्यूस होता है. इसीलिए
दाजी बोलते हैं कि हर चक्र में सभी एलिमेंट्स है, खाली 30th പോയിന്റ് തക്ക് में ही എലിമെൻറ്റ്സ് കംപ്ലീറ്റ് नहीं है. നമ്മൾ 12ാമത്തെ പോയിന്റ് എത്തുന്നവരെ എല്ലാ എലിമെൻറ്റ്സും ഉണ്ട്. 12ാമത്തെ പോയിന്റ് ആകുമ്പോൾ 3 എലിമെൻറ്റ്സ് ഉള്ളൂ എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഈ യാത്ര കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ലോവർ ചക്രാസും കൂടി ക്ലീൻ ചെയ്യുന്നത് 13ാമത്തെ പോയിന്റ് എത്തുമ്പോഴാണ്. हमारे सभी चक्र क्लीन होता है जब हम 13th पॉइंट में आता है. इसका मतलब क्या है, जो हम ये दुनिया में फीलिंग जीते हैं वो हमारे कैरेक्टर ट्रांसफॉर्मेशन के लिए कंटिन्यूसली യൂസ് करना है. നമ്മൾ എത്ര ഉയർന്നാലും സ്പിരിച്വലായിട്ട് എവിടെ എത്തിയാലും ലോകത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, മാസ്റ്ററുടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. हमें ये दुनिया में मास्टर का वर्क कंटिन्यू करना है. ज़्यादा से ज़्यादा മാസ്റ്റർ ജैसा बनना है. കൂടുതൽ മാസ്റ്റർ പോലെ ആയിത്തീരണം. നമ്മുടെ മാസ്റ്റർ ഇത് തന്നെ ചെയ്യുന്നത്. മാസ്റ്റർ നിരന്തരം വർക്ക് ചെയ്യുന്നതാണ്. മാസ്റ്റർ ഉള്ളിൽ ആ ക്രേവിങ് ഉണ്ട്, ആ പൂർണ്ണതയിൽ എത്തിച്ചേരണം എന്ന് മാസ്റ്റർ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. മാസ്റ്റർക്ക് വേറെ ചിന്തയൊന്നുമില്ല. मास्टर को देखो, मास्टर ही करते हैं, कंटिन्यूसली काम करते हैं, क्योंकि वो उसके मास्टर के जो पूर्ण रूप है वहाँ तक वो रिवील करना है. इसीलिए मास्टर कंटिन्यूसली अपना काम करते ही रहते हैं. और यही हमको भी सीखना है. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് അനന്തതയിലേക്ക് टुवर्ड्स इन्फिनिटी എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ യാത്രയെ. इसीलिए बाबूजी महाराज ने इस यात्रा को अनंत की ओर बोला है, इन टुवर्ड्स इन्फिनिटी. ये ऐसे ख़त्म नहीं होता है, पर इतना आनंद होता है कि मैं एक ही लक्ष्य से काम करता हूँ. मेरे अंदर के जो पूर्णता है मैं बाहर एक्सप्रेस करता ही रहता हूँ. ये मेरा सबसे बड़ा आनंद होता है. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ അവിടെയാണ് എന്ന് തിരിച്ചറിയണു. എനിക്ക് യാതൊരു സംശയമില്ല ഞാൻ അവിടെയാണ്. പക്ഷേ അത് എത്ര കൂടുതൽ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇത് മാത്രമേ എനിക്ക് പിന്നെ ഒരു പ്രവൃത്തി ഉണ്ടാവുള്ളൂ. ഇതാണ് ഈ യാത്രയുടെ കൾമിനേഷൻ. मेरे अंदर जो पूर्णता है मैं महसूस करता हूँ, पर मुझे ये दुनिया में वो एक्सप्रेस करना है. मुझे कोई कन्फ्यूजन नहीं है, मुझे कोई डर नहीं है, पर मुझे कम्प्लीटली वो क्रेविंग ही है, मास्टर जैसे बनना है, वो एक्सप्रेस करना है. ഈ ഒരു ക്രേവിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ബ്രഹ്മാണ്ഡ മണ്ഡലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. നമ്മൾ പിണ്ടപ്രദേശം വിട്ടുപോകുന്നില്ല, നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. हम जब ब्रह्मांड मंडल में से आगे जाते हैं, ब्रह्मांड मंडल 6th पॉइंट है, इससे जो आगे जाते हैं हमको ये पता चलना है कि हमारा यात्रा पिंड प्रदेश की यात्रा चालू ही रखना है. അത് നോളജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് നമ്മൾ ആജ്ഞാചക്രം ട്രാൻസെൻഡ് ചെയ്തിട്ട് 7th പോയിന്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആജ്ഞാചക്രം 6th പോയിൻറ്റിൻ്റെ സ്വഭാവം എർത്ത് പോയിൻ്റ് പോലെയാണ്. ഫസ്റ്റ് പോയിൻറ്റ് ജൈസ പോലെ തന്നെയാണ്. 6 പോയിൻ്റ് का जो कंटेंट है, फर्स्ट पॉइंट एर्थ पॉइंट जैसा है, അതിൻ്റെ സെൻറ്ററിൽ എർത്ത് എലിമെൻ്റ് ആണ്. അതിൻ്റെ 12 o'clock പൊസിഷനിൽ ഈതർ എലിമെൻറ്റ് സ്പേസിൻ്റെ, അതിൻ്റെ 3 o'clock പൊസിഷനിൽ വരുന്നത് അടുത്ത എലിമെൻ്റായിട്ട് അഗ്നിയാണ്. 6 o'clock പൊസിഷനിൽ വാട്ടർ എലിമെൻ്റാണ്. 9 o'clock പൊസിഷനിൽ എയർ എലിമെൻ്റാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ യാത്രയിൽ, ഇന്നത്തെ ഈ ഡിസ്കഷനിൽ 6th പോയിന്റിൽ നിന്ന് 7th പോയിന്റിലേക്കുള്ള ട്രാൻസിറ്റ് അതാണ് ഇന്ന് നടത്തുന്നത്. 6th പോയിൻറ്റിൻ്റെ 12 o'clock പൊസിഷനിലാണ് ഈതർ എലിമെൻറ്റ്, 7th പോയിൻറ്റിൻ്റെ സെൻറ്ററിലാണ് ഈതർ എലിമെൻറ്റ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് 6th പോയിൻറ്റിൻ്റെ 12 o'clock പൊസിഷനിലെ ഈതർ എലിമെൻറ്റിൽ നിന്ന് പതുക്കെ 7 o'clock പോയിൻറ്റിൻ്റെ സെൻറ്ററിലായിട്ടിലേക്ക് നമ്മൾ ട്രാൻസിറ്റ് ചെയ്യണം. ഒരു സജഷൻ കൊടുക്കുകയാണ്, 7 o'clock പോയിൻറ്റ് സെൻറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ശുദ്ധീകരണം ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ആങ്ക് ബന്ദ് കർക്കെ ശാന്ത് ഹോക്കെ ബൈഠിയെ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. हृदय में स्थित दिव्य प्रकाश का स्रोत मन को आकर्षित करते हुए महसूस कीजिए. അപ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് ഫസ്റ്റ് പോയിന്റിലാണ്, ശ്രദ്ധ 6th പോയിന്റിലേക്കാണ്. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ആദ്യം ശുദ്ധീകരണമാണ്. पहले सफाई करेंगे. 6th പോയിന്റ് സെൻറ്റർ എർത്ത് എലിമെൻറ്റ്, അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കൂ. 6th पॉइंट के सेंटर में अर्थ एलिमेंट है, उधर सफाई हो रही है.
ഈ സെക്കൻഡ് പോയിന്റ് 9 o'clock पोजीशन अर्थ एलिमेंट ആണ്. സെക്കൻഡ് പോയിന്റ് जो റൈറ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് ലോവർ പാർട്ട് में है അവിടെ സ്പേസ് എലിമെൻ്റ് ആണ്. അവിടുത്തെ 9 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കും. ഇതർ സഫായി हो रही है. ഇനി തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫയർ ചക്രയാണ്, അഗ്നി ചക്ര. അവിടെ അവിടെ വരുന്നത് 6 o'clock പൊസിഷനിലാണ് अर्थ एलिमेंट. उधर 6 o'clock पोजीशन में अर्थ एलिमेंट है, उधर सफाई हो रही है. इनी फोर्थ पॉइंट जलचक्रम राइट साइड ऑफ चेस्ट अपर पार्ट. അവിടെ 3 o'clock പൊസിഷനിലാണ് अर्थ एलिमेंट. उधर 3 o'clock पोजीशन में अर्थ एलिमेंट है, उधर सफाई हो रही है. फिफ्थ पॉइंट 12 o'clock पोजीशनिലാണ് अर्थ एलिमेंट. फिफ्थ पॉइंट जो वायु चक्र है उधर तो 12 o'clock पोजीशन में अर्थ एलिमेंट है, उधर सफाई हो रही है. ഇപ്പോൾ ക്ലീനിങ് കംപ്ലീറ്റ് ആയി. തിരിച്ച് ഫസ്റ്റ് പോയിന്റ് തിരിച്ചു വരൂ. सिक्स्थ पॉइंट ശ്രദ്ധിക്കണം. तो क्लीन सफाई पूरा हुआ है. वापस फर्स्ट पॉइंट में आ जाइए और सिक्स्थ पॉइंट में अटेंड किए. श्रद्धा सिक्स्थ पॉइंट की तरफ होनी चाहिए. तो सिक्स्थ पॉइंट നിന്നും നമ്മൾ സെവൻത്ത് പോയിന്റിലേക്ക് ട്രാൻസിറ്റ് ചെയ്യണം. ബ്രഹ്മാണ്ഡ മണ്ഡലിൽ നിന്ന് പരബ്രഹ്മാണ്ഡ മണ്ഡലിലേക്ക്. സിക്സ്ത് പോയിന്റിൻ്റെ 12 o'clock पोजीशन ईथर एलिमेंट ആണ്. 6 पॉइंट का 12 o'clock पोजीशन ईथर एलिमेंट है. സിക്സ്ത് പോയിൻ്റ് എല്ലാ ക്വാളിറ്റീസും ഞാൻ ഹാർമണൈസ് ചെയ്ത് കഴിഞ്ഞു. സെവൻത്ത് പോയിൻറ്റിൻ്റെ സെൻറ്ററായിട്ടുള്ള ഈഥർ എലിമെൻറ്റിലേക്ക് നമ്മൾ ട്രാൻസിറ്റ് ചെയ്യുകയാണ് എന്ന് സങ്കല്പിക്കണം. 6 पॉइंट का पूरा क्वालिटीज़ मैंने असिमुलेट किया है. मैं अब सेवन्थ पॉइंट के सेंटर സെവൻത്ത് പോയിൻറ്റ് സിക്സ്ത് പോയിൻറ്റിൻ്റെ തൊട്ട് പുറകിലാണ്. ഒരു 8ൻ്റെ ചിഹ്നം പോലെ. സിക്സ്ത് പോയിൻ്റ് തൊട്ട് മുകളിൽ കുറച്ചും കൂടി വലുതായിട്ട് ഒരു 8ൻ്റെ സിമ്പിൾ പോലെയാണ്. സിക്സ്ത് पॉइंट के बिल्कुल बाजू में है, पीछे है. 6 पॉइंट से बड़ा है. एक 8 का जो चिन्ह है ऐसा ही है सेवन्थ पॉइंट. तो सेवन्थ पॉइंट की सेंटर की तरफ मैं ट्रांसिट कर रहा हूँ. സെവൻത്ത് പോയിൻ്റ് സെൻറ്ററിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. മാസ്റ്ററുടെ കൃപ കൊണ്ട് ഇന്ന് ആർജിച്ചിട്ടുള്ള കണ്ടീഷൻസ്, സ്വഭാവ ഗുണങ്ങൾ മാസ്റ്ററുടെ തന്നെ സേവനത്തിനായി ഉപയോഗിക്കപ്പെടും. मास्टर की कृपा से जो स्वभाव मुझे आज असिमुलेट हुआ है मास्टर की सेवा में ही उपयुक्त होगा. ഈ ഒരു സങ്കല്പത്തിൽ പതുക്കെ കണ്ണുകൾ തുറക്കൂ. ധീമേ സേ ആങ്ക് खोलिए.